ജോട്ടിയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു, പ്രതികരിച്ചുകൊണ്ടേയിരിക്കണം കേക്കി അടിച്ച്. ചേട്ടാ, ഞാൻ നമ്മുടെ ചേട്ടനോട് ഇപ്പം ഞങ്ങളെ പോലുള്ളവർക്കും അല്ലെങ്കിൽ ഇനിയുള്ള വരുന്ന തലമുറയ്ക്കൊന്നും അറിയാത്തൊരു കാര്യം ചോദിക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പള്ളിയോടം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടൻ വെള്ളം ആയിക്കോട്ടെ, ഇതിലൊന്നും സ്ത്രീകളെ അധികം കയറ്റാറില്ല. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈ വള്ളത്തിൽ ഇത്രയും നേരം നിന്നിട്ട് എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ട് എനിക്കതിലൊന്ന് കയറണം. പക്ഷേ എൻ്റെ പൂർവികർ തൊട്ട് ഇന്ന് വരെ അങ്ങനെ സ്ത്രീകളൊന്നും തന്നെ അതിൽ കയറി നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, നമ്മളിപ്പോൾ മത്സരക്കളിക്ക് വരുന്നുണ്ട് അമ്മമാർ, അത് ചെറിയ വള്ളങ്ങളിലാണ്. പക്ഷേ ചുണ്ടൻ വള്ളങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കയറുന്നില്ല. അതിനെന്തെങ്കിലും ഒരു എനിക്കറിവില്ല, അതൊന്ന് പറഞ്ഞു തന്നാൽ. അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനകത്ത് പരമ്പരാഗതമായ ഒരു വിശ്വാസവും ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിങ്ങനെ പിന്തുടർന്ന് പോരുന്നത്. ഇതിനകത്ത് നമ്മളൊരു വള്ളം പണിയാൻ വേണ്ടി ഒരു കരക്കാരോ അല്ല ഒരു വ്യക്തിയോ അത് തീരുമാനിക്കുന്ന സമയത്ത് തന്നെ അവരൊരു തച്ചനെ കാണും, ആശാരി നമ്മൾ തച്ചനെ കാണും. അപ്പോൾ ആ തച്ചൻ വന്നിട്ട് അതിനെ പറ്റുന്ന മരം ഒരുപാട് സഞ്ചരിച്ചിട്ടാണ് ഇതിനെ പറ്റുന്ന മരം കണ്ടെത്തുക. ചുണ്ടൻവള്ളം ആകുമ്പോൾ ഇത്രയും നീളത്തിൽ കിടക്കുന്നു, അപ്പോൾ അത് 51 കോല് 52 കോല്, അപ്പോൾ അത്രയും നീളം വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പറ്റുന്ന മരം, കാതലോട് കൂടിയ മരം, സ്ട്രൈറ്റ് ലെവലിൽ നിൽക്കുന്ന മരം കണ്ടെത്തിയതിന് ശേഷം ഇത് മുറിക്കുന്നതിന് മുമ്പായിട്ട് മരത്തിനോട് അനുവാദം ചോദിക്കുക എന്നുള്ള പരമ്പരാഗതമായ ഒരു ചടങ്ങുണ്ട്. അത് മരം ജീവനുള്ള, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങൾക്കും ജീവനുണ്ടെന്നുള്ള നമ്മുടെ ഒരു പരമ്പരാഗതമായ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അനുവാദം ചോദിക്കുകയാണ്. മാത്രമല്ല ഇതൊരു ചുണ്ടൻവള്ളം പണിത് പൂർത്തീകരിച്ചിട്ട് ഇത് ഒരുപാട് പ്രോസസ്സാണല്ലോ, ഒരു വർഷത്തോളം നീളുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ ആലോചന തുടങ്ങി മരം മുറിച്ച് കൊണ്ടുവന്നു, അതിനുശേഷം നാട്ടുകാരുടെ എല്ലാം പ്രാർത്ഥനാ നിർഭരമായ ഒരു മാനസികാവസ്ഥയോടുകൂടി ഒരു അന്തരീക്ഷത്തിൽ പണി പൂർത്തീകരിക്കുമ്പോൾ ഇത് ഒരു വശത്തോട്ടും ചെരിയാതെ കൃത്യമായി നേരെ കിടക്കുന്നു. വേഗതയെ ബാധിക്കാനും പാടില്ല, വള്ളം കൂടുതൽ ഒതുങ്ങാൻ പാടില്ല. കൂടുതൽ ഒതുങ്ങിപ്പോയി ഇത് വെള്ളത്തിനടിയിലേക്ക് താന്നു പോകും. അപ്പം മുന്നോട്ടുള്ള ഗതിയെ അത് പ്രതികൂലമായി ബാധിക്കും. വെള്ളത്തെ കീറി മുറിച്ച് പോകണം. എന്നാൽ ഇതങ്ങനെ പരന്ന് കിടക്കാനും പാടില്ല. അപ്പോൾ വെള്ളത്താങ്ങ് വേണം, വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയും വേണം. ഇത്ര ആളുകൾ കയറുമല്ലോ, 100ഓളം ആളുകൾ കയറും. ആളുകൾ കയറുന്ന സമയത്ത് ഇത് വെള്ളത്തിനടിയിലോട്ട് താന്നു പോയാൽ വെള്ളത്തെ കീറി മുറിച്ച് പോകേണ്ടി വരുമ്പം വേഗതയെ ബാധിക്കും. അപ്പോൾ അത് കൂടുതൽ അങ്ങ് പൊങ്ങിക്കിടക്കാതെ അത് വെള്ളത്തിനടിയിലേക്ക് അമിതമായി താന്നു കൊടുക്കാതെ നല്ല വേഗത്തിൽ കുതിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ നിർമ്മാണമല്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലും അന്തരീക്ഷത്തിലും പഴയ പല വിശ്വാസങ്ങളുടെയും ഭാഗമായിട്ടാണ് നടന്നു വരുന്നത്. അപ്പം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അത് നല്ല ശുഭകരമാകാൻ വേണ്ടി ജീവനുള്ള ഒരു വസ്തുവിനെ മുറിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പം ആ മരത്തോട്, ജീവനുള്ള മരത്തോട് അനുവാദം ഞങ്ങൾ മുറിച്ചോട്ടെ എന്ന് അവരുടെ ഭാഷയിൽ അനുവാദം ചോദിക്കുന്നു. അതിൻ്റെ പൂജകൾ നടത്തുന്നു. മരത്തിൻ്റെ അനുവാദത്തോട് മുറിച്ചിട്ട് അത് മറിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ സാധാരണ മരം വെട്ടിയിടുന്ന പോലല്ല വീഴുന്നത്. അപ്പോൾ അതിന് കരുതലോട് കൂടി പതുക്കെ അത് കൊണ്ടുവന്ന് താഴേക്ക് വെക്കുന്ന പോലാണ് കൊണ്ടുവരിക. അപ്പോൾ അതുപോലെ കരുതലോടെ ഇത് കൊണ്ടുവരുന്നു. നമ്മൾ പിന്നെ വള്ളം പണി പൂർത്തീകരിക്കുന്ന അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ഇത് കൂട്ടിച്ചേർത്ത് കഴിയുമ്പോഴും ഇതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു വിശ്വാസം ഇതിന് ജീവനുണ്ടെന്ന് തന്നെയാണ്. അപ്പം നമ്മളെങ്ങനെയാണോ അതിനോട് പ്രതികരിക്കുന്നത് ആ നിലയിൽ അത് തിരിച്ചും പ്രതികരിക്കുന്ന വിധത്തിൽ അതിനൊരു ജീവനുള്ള വസ്തു ആ നിലയിലാണ് അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ പഴയ പല ആചാരങ്ങളും വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് ചില സമയങ്ങളിൽ അശുദ്ധി ഉണ്ടെന്നുള്ളതല്ല. ഇപ്പോഴത്തെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ പറയുന്നത്. അത് അശുദ്ധിയാണോ അല്ലയോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഒരു പക്ഷത്ത് ചേരുന്നൊന്നുമില്ല. എൻ്റെ വിശ്വാസം എൻ്റെ നിലപാടനുസരിച്ചാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഒരു വിശ്വാസമാണ്. അപ്പോൾ പൊതുവേ ഒരു വിശ്വാസം, ഈ വള്ളത്തെ 100-ലേറെ ആളുകളുണ്ട്, ഒരു വലിയ കരയെന്നതിൻ്റെ പിന്നിലുണ്ട്, പിന്നെ വള്ളം എടുത്തുകൊണ്ട് പോകുന്ന കരയിലെ ക്ലബ്ബുണ്ട്, അപ്പോൾ എത്ര ആയിരക്കണക്കിന്, പിന്നെ ഇതിൻ്റെ ഫാൻസുണ്ട്, ആരാധകരുണ്ട്. അപ്പോൾ അവരെല്ലാം കൂടെ ചേരുന്നതാണ് ഇതിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കാതെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു വിശ്വാസത്തെ പരിപോഷിച്ച് പോരുകയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ചില ദിവസങ്ങളിൽ അശുദ്ധിയുണ്ട് എന്നുള്ളൊരു കരുതലിൻ്റെ ഭാഗമായിട്ട്, പഴയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള ആളുകൾ ഇതേ കയറിയാൽ അതിനെന്തെങ്കിലും സംഭവിക്കാം. അതുണ്ടോ ഇല്ലെന്ന് ആർക്കും പരിശോധിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ എപ്പോഴാണോ അവർ വന്ന് കയറുന്നത് അത് എപ്പോഴെങ്കിലും സംഭവിക്കാമെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനോട് എല്ലാവരും സഹകരിച്ച് പോയിരുന്നു ഇപ്പോൾ വരെ. പിന്നെ ചെറുവള്ളത്തിലൊക്കെ സ്ത്രീകൾ തന്നെ മത്സരിക്കുന്ന ചുള്ളംവള്ളം, ചെറിയ വള്ളങ്ങളൊക്കെ, തെക്കനോടി വള്ളങ്ങളുണ്ട്, അതിലൊക്കെ അവർ കയറുന്നുണ്ട്. അതും ജീവനില്ലെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് അങ്ങനെ മറുപടി പറയാൻ പറ്റത്തില്ല. അവർ ശുദ്ധിയോടായിരിക്കാം കയറുന്നത്. ഏതായാലും നമ്മൾ നാട്ടിൽ ഇതുപോലെ ഇതൊരു സ്പോർട്സായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പോലും ജലോത്സവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മ ഉത്സവമാണ്. 100-ലേറെ ആളുകൾ ജാതിയും മതവും വ്യത്യാസം മറന്നിട്ട് നമ്മളിപ്പോൾ വള്ളത്തെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ വള്ളത്തെ കയറുമ്പോൾ ആദ്യം ഒരു മൗന പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം നമ്മൾ ഹല്ലേലൂയ എന്ന് വിളിക്കുന്നുണ്ട്, സ്വാമി ശരണോയ്പ വിളിക്കുന്നുണ്ട്, അല്ലാഹു അക്ബർ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് എല്ലാ മതസൗഹാർദ്ദമാണ്. അപ്പോൾ ഈ കുട്ടനാടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഭൂമിശാസ്ത്രപരമായി കുട്ടനാടെന്ന് പറയുന്ന ഒരു താലൂക്കിനെ കുറിച്ചല്ല. അതിങ്ങനെ കൊല്ലത്തിനടുത്ത് വരെയും എറണാകുളത്തിന് അപ്പുറത്തോട്ടൊക്കെ പരന്ന് കിടക്കുന്ന പഴയ കുട്ടനാടൻ പ്രദേശം. അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ ഒരു ജീവിത ഗന്ധിയാണ് വള്ളംകളി എന്ന് പറയുന്നത്.
ഇതിനെ ഒരു നമ്മളൊരു സ്പോർട്സ് എന്നുള്ളതിനുപരി ഒരു ഉത്സവമാണ് സത്യത്തിൽ, ഒരു ആഘോഷമാണ്. ആ ആഘോഷത്തിൽ നമ്മളെല്ലാം പങ്കുചേരുന്നത് എല്ലാ നാടിനും അതുപോലുള്ള സംസ്കാരവും ഈടുക്ക പല ഉത്സവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ചേർത്ത് നിർത്തുന്ന ഘടകങ്ങളാണ്. വള്ളംകളി തുടങ്ങി മൂലത്തിന് തുടങ്ങുന്ന ഉത്സവമാണ്. അത് നമ്മളേതാണ്ട് ഡിസംബർ മാസം വരെ നീണ്ടു നിൽക്കുകയാണ് ഇപ്പോൾ CBL വന്നതോടുകൂടി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നമ്മൾ കുട്ടനാട്ടിലൊക്കെ ജാതി കലാപങ്ങളോ വർഗീയ കലാപങ്ങളോ ഓക്കെ ജാതി കലാപങ്ങളോ വർഗീയ കലാപങ്ങളോ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പക്ഷേ മറ്റു പലയിടത്തും ചില കാര്യങ്ങൾ നിർഭാഗ്യവശം ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇവിടെ ഉണ്ടാകുന്നില്ല. അത് ഒരു സൗഹാർദ്ദം ഇടകലർന്നുള്ള ഒരു ജീവിതം കുട്ടനാടുന്നുണ്ട്. ഒപ്പം നമ്മൾ വർഷത്തിലൊരു 4-5 മാസം വള്ളത്തെ എല്ലാ ജാതിയും മതവും മറന്നിട്ട് രാഷ്ട്രീയത്തിനൊക്കെ വലിയ വാശിയുള്ള പ്രദേശമാണ് കൈനേരി കുട്ടനാട് നടക്കുന്നത്. പക്ഷേ നമ്മൾ വള്ളത്തെ കയറുമ്പോൾ അതെല്ലാം മറന്നു. എൻ്റെ വള്ളം, എൻ്റെ കര, ഈ വള്ളം ജയിക്കണം, എൻ്റെ ക്ലബ്ബ് ജയിക്കണം, പിന്നെ രാഷ്ട്രീയം വള്ളത്തിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അതാ അപ്പോൾ അങ്ങനെ മാറുന്ന അതൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയാണ് ഇതിൻ്റെ വിജയം. ഇത് എല്ലാ നാടിനും അതിൻ്റേതായ ഒരു സംസ്കാരത്തിൽ ചേർത്ത് വെക്കാവുന്ന കൂട്ടായ്മയുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ പ്രൗഢമായൊരു സംസ്കാരമാണ്. ഇതിൻ്റെ ഒരു വിമർശനം ഞാൻ പറയുകയാണ്. അതായത് ഈ നെഹ്റു ട്രോഫി വള്ളം കളിക്കുന്ന നമ്മളൊരു വള്ളം ഇപ്പം വിയൂരം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ പേര് തയ്യാറെടുക്കുന്ന സമയത്ത് 60 ലക്ഷം രൂപ കുറയാതാകുന്നുണ്ട്. അത് കൂടുതലാകുന്നവരുണ്ട്. കുറഞ്ഞത് 40 ലക്ഷം രൂപയെങ്കിലും വേണം ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ. ഫൈനലിൽ വരുന്ന എല്ലാ വള്ളങ്ങൾക്കും 50 ലക്ഷത്തിന് മുകളിലാണ്. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഫൈനലിൽ ജയിക്കുന്ന വള്ളത്തിന് പോലും 7 ലക്ഷം 8 ലക്ഷം രൂപ. അതിന് താഴേക്ക് വരുമ്പോൾ 5 ലക്ഷം, പിന്നെ താഴോട്ട്. അത് തന്നെ കളി കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഒത്തിരി പുറകെ നടക്കണം. അപ്പോൾ അങ്ങനെ അത് തന്നെ കിട്ടണം. അപ്പോൾ എത്ര ശതമാനം തരുന്നുണ്ട് ഗവൺമെൻറ് ഒരു കോൺട്രിബ്യൂഷൻ? ഇത് സത്യത്തിൽ ഇപ്പോൾ വള്ളം സമിതിയും ക്ലബ്ബും നാട്ടുകാരും പിന്നെ സ്പോൺസേഴ്സ് അതിൽ തന്നെയുള്ളൊരു വിമർശനം എന്താണെന്നറിയാമോ? ഈ സ്പോൺസർ എന്ന് പറയുന്നത് നമുക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്. ഇപ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ആ ക്യാപ്റ്റൻ നമുക്ക് തരുന്നത് 10 ലക്ഷം, ചില ക്ലബ്ബിന് 20 ലക്ഷം കിട്ടും, 25 കിട്ടും. അത് ഓരോ ക്ലബ്ബിൻ്റെ സാഹചര്യം അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്കൊരു പ്രാതിനിധ്യം കിട്ടുന്നില്ല, പ്രാധാന്യം കിട്ടുന്നില്ല. അവരൊരു പക്ഷേ ബിസിനസ്സുകാരാവാം, അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖ വ്യക്തികളാകാം, രാഷ്ട്രീയക്കാരാകാം. അപ്പോൾ അവരെന്തിനാണ് വരുന്നത്? അവരെ ഈ ക്ലബിനെ സഹായിക്കുന്നതോടൊപ്പം തന്നെ അവർക്കൊരു പേരും പ്രശസ്തിയും വേണം. നമ്മുടെ കമൻറ്റേറ്റർമാർ പോലും ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഈ 5 മിനിറ്റിനും 10 മിനിറ്റ് ഇടയ്ക്കൊക്കെ വിളിച്ച് പറയാറുണ്ട്. ഒത്തിരി കാര്യം പറയും, നല്ല കാര്യം. വള്ളത്തിൻ്റെ ചരിത്രം പറയും, ക്ലബിൻ്റെ ചരിത്രം പറയും. പക്ഷേ ഒരു ക്യാപ്റ്റൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഒരു ക്യാപ്റ്റൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഒരു വള്ളം കളി നടക്കത്തില്ല. എല്ലാ മേഖലയും സ്പോൺസറിങ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ നമുക്ക് സ്പോൺസറിങ് വരാത്തതിൻ്റെ കാരണം അവർക്കൊരു പ്രാധാന്യവും കിട്ടുന്നില്ല. അല്പം നമ്മളൊക്കെ ഇപ്പോൾ പറയുമല്ലോ, ഇപ്പം ഒരു ഇതിനൊക്കെ വരുന്ന ആളുകൾക്ക് അവരുടെ പേരും പ്രശസ്തിയും കൂടെ സ്വാഭാവികമാണ്, മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അല്ലാത്തവർ വരത്തില്ല. അങ്ങനെയുള്ള കുറേ ആളുകളുള്ളതുകൊണ്ട് അതൊക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ശക്തമായ വിമർശനമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റോ വേണ്ടത്ര സഹായം ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് പൈസ മുടക്കി ഇതിനെ സഹായിക്കുന്ന ആളുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നില്ല. അപ്പോൾ രണ്ട് വിധത്തിൽ ഇത് പ്രതികൂലം ബാധിക്കുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഈ ഈടുറ്റ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ജലോത്സവങ്ങൾ കടന്നു വരും. അതിനുവേണ്ടി കൂടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഓർഡിനറി എക്സ്പ്രസ് ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിൽ നമ്മുടെ ഇപ്പോൾ വീരുവിൻ്റെ സ്വന്തം ക്യാപ്റ്റൻ അല്ലേ, നമ്മുടെ ഈ ഇതിനു വേണ്ടി നമുക്ക് സാമ്പത്തിക സഹായം ചെയ്തെന്ന് അദ്ദേഹത്തെ ഓർക്കുന്നുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ഫിനിഷിംഗ് പോയിന്റിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വീരുവിനെ ഇന്ന് അവിടെ സ്വീകരിക്കാൻ അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള എല്ലാ ആളുകളും ഇനിയും കടന്നു വരിക. തീർച്ചയായിട്ടും അവർക്ക് വേണ്ട അക്കോമഡേഷൻ അല്ലെങ്കിൽ പ്രാതിനിധ്യം ഇനിയുള്ള കാലത്തെങ്കിലും നൽകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അപ്പോൾ ഏകദേശം അടുക്കാറായി അല്ലേ. ഇനിയിപ്പം ഞങ്ങൾ പോരാട്ടത്തിന്റെ ഒരു പന്താവിലേക്ക് ഇറങ്ങാം. നമ്മുടെ കുഞ്ഞോളങ്ങൾ ഞങ്ങളെ കാത്ത് ഇങ്ങനെ മാടി വിളിച്ചോണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ചേട്ടാ വാ മതി സംസാരിച്ചെന്ന് പറഞ്ഞ താഴെ വിളിക്കുന്നുണ്ട്, വളർത്തുനിന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ.